എല്ലാവർക്കും ഹിസാന വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഹിസാന. ഞാൻ ഇന്നൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ ഇന്ന് നിങ്ങളെ ഹിന്ദി ക്ലാസ് പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് ചിലർക്കൊക്കെ ഈ ഹിന്ദിയുടെ നമ്മുടെ SCERT ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഗുൽമോഹർ കെ ജന്മദിൻ, അപ്പോൾ ആ ചാപ്റ്ററിൽ കഥയുണ്ടല്ലോ, അപ്പോൾ അത് ചിലർക്കൊന്നും മനസ്സിലായി കാണില്ല. അപ്പോൾ അത് കഥ നല്ലപോലെ മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ പോവാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കത്ത് കാണാം. അതായത് അതിൽ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ സ്ഥലം നിങ്ങൾ എഴുതിയിരിക്കുന്നത് അതെ, കശ്യപ് നിവാസ്, ജുഹു, മുംബൈ, 4th May 2040. അപ്പോൾ അതൊരു സ്ഥലപ്പേരാണ്. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ എന്താ എഴുതിയിരിക്കുന്നത്, പ്രിയ നിർമ്മൽ നമസ്തേ. അത് കഴിഞ്ഞിട്ട് എന്താ എഴുതിയിരിക്കുന്നത്, അതെ, परसों मेरे प्यारे गुलमोहर के पेट का 5वां जन्मदिन है. നാളെ കഴിഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട ഗുൽമോഹർ മരത്തിൻ്റെ 5ാം ജന്മദിനമാണ്. मैं उसकी वर्षगांठ मना रही हूँ. ഞാൻ അതിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. തും ജറൂർ ആന. നീ തീർച്ചയായും വരണം. परसों शाम को 4:30 बजे. നാളെ കഴിഞ്ഞ് വൈകുന്നേരം 4:30 മണിക്ക്. തുമാരി മീന. നിൻ്റെ മീന. അപ്പോൾ ഇതിലാണ് ആ കത്ത്. ഇതൊക്കെയാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്താ എഴുതിയിരിക്കുന്നത്, അതെ, മീനയുടെ സ്ഥലം. ബാക്കി ലെഫ്റ്റ് സൈഡിൽ എന്താ എഴുതിയിരിക്കുന്നത്, അതെ, നമ്മളെല്ലാ കത്തിലും എഴുതാറുള്ളതാണ്. പ്രിയ നിർമ്മൽ, അല്ലെങ്കിൽ ഡിയർ ഫാദർ, ഡിയർ മദർ, റെസ്പെക്റ്റഡ് സാർ, അങ്ങനെയൊക്കെ നമ്മളെല്ലാ കത്തിലും അവരെ ആദരപൂർവ്വം ആദ്യം കത്തിലോട്ട് ക്ഷണിച്ചിട്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ ഇതേപോലെ അതിൽ എഴുതിയിട്ടുണ്ട്. നമസ്തേ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നിർമ്മലിൻ്റെയും മീനയുടെയും ഫോൺ സംഭാഷണമാണ്. അപ്പോൾ അത് പേജ് നമ്പർ 10 ഉള്ളത്. അപ്പോൾ ഈ കത്ത് ഇട്ട് കഴിഞ്ഞിട്ടാണ് നിർമ്മൽ മീനയെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോൺ സംഭാഷണം നോക്കാം. അപ്പോൾ നിർമ്മൽ ആദ്യം പറഞ്ഞു ഹലോ. മീന അതുകഴിഞ്ഞിട്ട് പറയാണ്, ഹലോ നിർമ്മൽ, കൈസി ഹോ, തുമേ മേരി ചിട്ടി മിൽ ഗയി. ഹലോ നിർമ്മൽ, സുഖമാണോ നിനക്ക്, എൻ്റെ കത്ത് കിട്ടിയോ? അപ്പം നിർമ്മൽ പറഞ്ഞു, ഹാ ഇസ്ലിയെ तो टेलीफोन कर रही हूँ, मुझे तुम्हारी चिट्ठी समझ में ही नहीं आई, किसका जन्मदिन है? അപ്പോൾ നിർമ്മൽ പറഞ്ഞു, ഹാ അതുകൊണ്ടല്ലേ ഫോൺ ചെയ്യുന്നത്, എനിക്ക് നിന്റെ കത്ത് മനസ്സിലായില്ല, ആരുടെ ജന്മദിനമാണ്? അപ്പോൾ മീന പറഞ്ഞു, अरे लिखा तो था चिट्ठी में हमारे गुलमोहर के पेट का. അപ്പോൾ മീന പറഞ്ഞു, ഞാൻ കത്തിൽ എഴുതിയിരുന്നല്ലോ ഞങ്ങളുടെ ഗുൽമോഹർ മരത്തിൻ്റെ. അപ്പോൾ നിർമ്മൽ പറയാണ്, ഗുൽമോഹർ के पेट का, अरे कोई पेट का भी जन्मदिन मनाता है, तुम मेरे साथ मजाक तो नहीं कर रही, सच सच बताओ मीना. ഗുൽമോഹർ മരത്തിൻ്റെയോ? ആരെങ്കിലും മരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുമോ? നീ എന്നോട് തമാശ പറയുകയല്ലേ, സത്യം പറയും മീന. അപ്പം മീന പറയാണ്, സച്ച് മീൻ മജാക് നഹി കർ രഹി. മീന പറയാണ്, സത്യം, ഞാൻ തമാശ പറയുകയില്ല. അപ്പോൾ നിർമ്മൽ പറയാണ്, പർ പേട്ട് കാ ജന്മദിൻ ക്യോ മനാ രഹി ഹോ. നിർമ്മൽ പറയാണ്, പക്ഷേ മരത്തിൻ്റെ ജന്മദിനം എന്തിനാണ് ആഘോഷിക്കുന്നത്? അപ്പോൾ മീന പറയാണ്, ഇസ്കി ഏക് കഹാനി ഹേ, ബസ് തും ജറൂർ ആന, മേം തുംഹേം സാരി കഹാനി ബത്താവോ തോന്നി. മീന പറഞ്ഞു, ഇതിന് ഒരു കഥയുണ്ട്, നീ തീർച്ചയായും വരണം, ഞാൻ നിന്നോട് എല്ലാ കഥയും പറയാം. നിർമ്മൽ, അച്ഛാ ജറൂർ ആയെങ്കിൽ. അപ്പോൾ നിർമ്മൽ പറഞ്ഞു, ശരി, തീർച്ചയായും വരാം.
അപ്പോൾ ഇതാണ് അവർ സംസാരിച്ച ഫോൺ സംഭാഷണത്തിലുള്ളത്. നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ വെച്ച നിർമ്മലും മീനയും കണ്ടുമുട്ടുകയാണ്. അതായത് മീനയുടെ എല്ലാ ഫ്രണ്ട്സും വരികയാണ്. അപ്പോൾ നമുക്ക് ഈ പേജിൽ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നോക്കാം. ചഹ് മൈക്ക് ഷാം, മെയ് 6 വൈകുന്നേരം. मीना के घर के बगीचे में गुलमोहर के पेट के नीचे एक दरी बिछी है. മീനയുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ ഗുൽമോഹർ മരത്തിന് താഴെ ഒരു പരവതാനി വിരിച്ചിരുന്നു. ദരി പർ സഫീദ് ചാദർ ഹെ, അതിന് മേൽ വെള്ളപ്പുതപ്പും ഉണ്ട്. ഏക് ഓർ ഗാനെ പീനെ കി ചീസേം രഖി ഹെ, ഒരു വശത്ത് ആഹാര സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. निर्मल, चंबा, कुलवंत, पुष्पा, नसीम बानू और शीला बातें करती चली आ रही हैं. എന്താണ്, ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീം ബാനു, ഷീല എന്നിവർ സംസാരിച്ചു കൊണ്ടുവരുന്നു. സബ്കെ ഹാത്തോ മേ ഉപഹാർ ഹേ, എല്ലാവരുടെയും കയ്യിൽ സമ്മാനങ്ങളുണ്ട്. मीना दिखाओ तो वह गुलमोहर कहा है, നിർമ്മൽ बोली. മീന കാണിച്ചു തരൂ, ആ ഗുൽമോഹർ എവിടെ? നിർമ്മൽ പറഞ്ഞു. നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. ആओ आओ यह देखो, വരൂ വരൂ, ഇത് നോക്കൂ. मीना ने बगीचे में उन्हें गुलमोहर का वृक्ष दिखाया. മീന അവർക്ക് പൂന്തോട്ടത്തിലെ ഗുൽമോഹർ മരം കാണിച്ചു കൊടുത്തു. कोमल कोमल पत्तियों वाला एक सुंदर वृक्ष, മൃദുവായ ഇലകളോട് കൂടിയ മനോഹരമായ വൃക്ഷം. पत्तियों के बीच में से लाल और केसरिया रंग के सुंदर फूल झांक रहे थे. मानो मीना की सहेलियों को देखकर धीमे धीमे मुस्कुरा रहे हैं. ഇലകൾക്കിടയിലൂടെ ചുവപ്പും കുങ്കുമ നിറത്തിലുള്ള മനോഹരങ്ങളായ പൂക്കളും എത്തി നോക്കിക്കൊണ്ടിരുന്നു. അത് കണ്ടാൽ ഗുൽമോഹർ പൂക്കൾ മീനയുടെ കൂട്ടുകാരികളെ നോക്കി മന്ദമായി ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നി. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. ജന്മദിൻ കി ബധായി ഹോ ഗുൽമോഹർ, നിർമ്മൽ ने हंसकर कहा. ഗുൽമോഹറിന് ജന്മദിനാശംസകൾ, നിർമ്മൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹസ്കർ എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് എന്നാണ് അർത്ഥം. മീന अब बताओ गुलमोहर का जन्मदिन क्यों मना रही हो, നിർമ്മൽ ने पूछा. മീന, ഇനി പറയൂ, ഗുൽമോഹറിന്റെ ജന്മദിനം എന്തിനാണ് ആഘോഷിക്കുന്നത്? നിർമ്മൽ ചോദിച്ചു. यह बेचारा पिछले रविवार को ही कटा जाने वाला था, मीना बोली. ഈ പാവം കഴിഞ്ഞ ഞായറാഴ്ച മുറിച്ചു മാറ്റപ്പെടുമായിരുന്നു, മീന പറഞ്ഞു. ക്യോ, നിർമ്മൽ ചോദിച്ചു. എന്തിന്? ക്യോങ്കി ഇസ് പർ ഫൂൽ നഹി ആ രഹേ തേ, ഇത് പൂവുണ്ടാകുമായിരുന്നില്ല. छह साल पहले घर तैयार हो जाने के बाद माम ने बगीचा लगवाया. 6 വർഷം മുമ്പ് വീട് പണി തീർന്നപ്പോൾ അമ്മ പൂന്തോട്ടമുണ്ടാക്കി. ഹരി घास लगवाई, फूलों की क्यारियों बनवाई. പച്ച പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചു, ചെടി നടാനുള്ള തടങ്ങൾ ഉണ്ടാക്കി. अमरूद, आम और गुलमोहर के 2 पौध लगवाया. പേരയുടെയും മാവിൻ്റെയും ഗുൽമോഹറിൻ്റെയും ഈ 2 തൈകൾ നട്ടു. एक में से लाल और दूसरे में से पीले रंग के फूल निकलने चाहिए थे. ഗുൽമോഹറിൽ ഒന്നിൽ ചുവപ്പും അടുത്തതിൽ മഞ്ഞയും പൂക്കൾ ഉണ്ടാകേണ്ടതായിരുന്നു. पेड़ लगने के कुछ साल बाद एक में से पीले रंग के फूल निकलन इस पेड़ पर चौथे साल भी फूल नहीं आए.
എന്താ? ഗുൽമോഹറിൽ ഒന്നിൽ ചുവപ്പും അടുത്തതിൽ മഞ്ഞയും പൂക്കളാകേണ്ടതായിരുന്നു നേരത്തെ പറഞ്ഞു അല്ലേ? മരം നട്ടു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഒന്നിൽ മഞ്ഞ പൂക്കളുണ്ടായി. പക്ഷെ ഈ മരത്തിൽ 4-ാം വർഷവും പൂവുണ്ടായില്ല. അച്ഛാ, तो फिर നിർമ്മലിനെ പൂച്ച ആണോ? എന്നിട്ട് എന്ത് സംഭവിച്ചു? നമുക്ക് അടുത്ത സ്റ്റേജിലൂടെ പോയിട്ട് എന്ത് സംഭവിച്ചു നോക്കാം. माम ने कहा इस पेड़ को कटवाकर दूसरा लगवाते हैं. ഈ മരം വെട്ടിക്കളഞ്ഞിട്ട് വേറൊരെണ്ണം നടാമെന്ന് അമ്മ പറഞ്ഞു. पर मैं इस पेड़ को बहुत चाहती थी. പക്ഷെ എനിക്ക് ഈ മരം വളരെ ഇഷ്ടമായിരുന്നു. मैं सोचती इस पेड़ पर फूल तो नहीं आए. ഈ മരത്തിൽ പൂക്കളൊന്നും ഉണ്ടായില്ല. मगर इसके पत्ते और इसकी ढालें कितनी सुंदर है. പക്ഷേ ഇതിൻ്റെ ഇലകളും ശാഖകളും എത്ര മനോഹരങ്ങളാണെന്ന് ഞാൻ ചിന്തിച്ചു. कितनी ठंडी ठंडी छाया देती है और मेरे कमरे की खिड़की से यह कितना अच्छा लगता है. ഇത് എത്രമാത്രം തണൽ നൽകുന്നുണ്ട്. എൻ്റെ മുറിയിലെ ജനലിൽ കൂടി നോക്കുമ്പോൾ ഇതിനെന്ത് ഭംഗിയാണ്. मैं सोचती इस पेड़ पर एक दिन जरूर फूल आएंगे. ഈ മരത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പൂവും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. മാംനെ പക്ക ഫേംസ്ലാ ലിയാ ഥാ. അമ്മ മരം വെട്ടിക്കളയാൻ ഉറച്ച തീരുമാനമെടുത്തിരുന്നു. पेड़ कटवाने को मैं माम से बड़ी प्यार से कहा. ഞാൻ അമ്മയോട് ഒരു സോപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പറയില്ല, നമ്മൾ അമ്മയെ സ്നേഹത്തോടെ പറഞ്ഞു, അടുത്ത വേനൽക്കാലത്തും ഇതിൽ പൂവുണ്ടായില്ലെങ്കിൽ തീർച്ചയായും അമ്മ ഈ മരം മുറിച്ച് കളഞ്ഞുകൊള്ളൂ എന്ന് മീന അമ്മയോട് പറഞ്ഞു. मैं चुपके चुपके इसको और पानी दे आती. അപ്പോൾ മീനയാണെങ്കിൽ അതിന് കുറച്ചധികം കൂടി വെള്ളം ഒഴിച്ചിരുന്നു. किंतु इस गर्मी में भी इस पर कोई फूल नहीं खिला. പക്ഷേ ഈ വേനലിലും ഇതിൽ പൂവുണ്ടായില്ല. इस पर मैं बहुत उदास थी. എനിക്കതിൽ വളരെ സങ്കടമുണ്ടായിരുന്നു. मैंने सोचा माँ इसकी जरूर कटवा दूंगी. അമ്മ തീർച്ചയായും ഇതിനെ മുറിച്ചു മാറ്റി കളയും എന്ന് ഞാൻ കരുതി. एक दिन माम ने माली से कहा इस गुलमोहर को काट दो और इसकी जगह पर दूसरा गुलमोहर लगाओ. ഈ ഗുൽമോഹർ വെട്ടി മാറ്റിയിട്ട് ഈ സ്ഥലത്ത് വേറൊരു ഗുൽമോഹർ നടൂ എന്ന് ഒരു ദിവസം അമ്മ തോട്ടക്കാരനോട് പറഞ്ഞു. ഇനി അടുത്തതെന്തായി? നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. मैं सारी दिन बहुत उदास थी. ഞാൻ ദിവസം മുഴുവൻ സങ്കടത്തിലായിരുന്നു. കൽ തോ മേരാ പ്യാർ പേട് ഹോഗാ ഹി നഹി. നാളെ മുതൽ എൻ്റെ പ്രിയപ്പെട്ട മരം ഉണ്ടാവില്ല. दूसरे दिन सुबह माँ मुझे जगत हुई, बोली मीना मीना उठो उठो, तुम्हें कुछ दिखाओ, जरा गुलमोहर को देखो. ഞാൻ ദിവസം മുഴുവൻ സങ്കടത്തിലായിരുന്നല്ലോ. അടുത്ത ദിവസം രാവിലെ അമ്മ എന്നെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു. മീന മീന എഴുന്നേൽക്കൂ, നിന്നെ ഒരു കാര്യം കാണിക്കാം. ഗുൽമോഹറിലേക്കൊന്ന് നോക്കൂ. കഹാ ക്യാ? मैं मांगो मरते हुए देखने लगी. എവിടെ? എന്ത്? ഞാൻ കണ്ണു തിരുമ്മിക്കൊണ്ട് നോക്കാൻ തുടങ്ങി. ध्यान से देखो गुलमोहर के पत्ते के बीच. ശ്രദ്ധിച്ചു നോക്കൂ, ഗുൽമോഹറിന്റെ ഇലകൾക്കിടയിൽ. ഫൂൽ, ഗുൽമോഹർ पर फूल आए. പൂക്കൾ. ഗുൽമോഹറിൽ
പൂക്കളുണ്ടായിട്ടുണ്ട്. मैं खुशी से नाचने लगी. ഞാൻ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. देखो देखो मामे कहती थी ना कि इस गर्मी में मेरे गुलमोहर पर फूल आएगी. मैं बोली. ഞാൻ അമ്മയോട് പറഞ്ഞു, കണ്ടോ കണ്ടോ അമ്മേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ വേനൽക്കാലത്ത് എൻ്റെ ഗുൽമോഹറിൽ പൂക്കൾ ഉണ്ടാകുമെന്ന്. पहली बार आए 5 चहुलाल फूल हरे हरे पत्तों में से झांक रहे थे. ആദ്യമുണ്ടായ 5-6 ചുവന്ന പൂക്കൾ പച്ചിലകൾക്കിടയിലൂടെ എത്തി നോക്കിക്കൊണ്ടിരുന്നു. എന്തു ഭംഗിയായിരുന്നു. कितने सुंदर लग रहे थे. मैं भागकर नीचे बगीचे में गई और गुलमोहर के पेड़ से लिपट गई. ഞാൻ ഓടി താഴെ പൂന്തോട്ടത്തിൽ പോയി ഗുൽമോഹർ മരത്തെ കെട്ടിപ്പിടിച്ചു. कितनी अच्छी बात हुई. इस बेचारे पर फूल आ गई. നിർമ്മൽ പോയി. എത്ര നല്ല കാര്യമാണ് ഉണ്ടായത്. ഈ പാവ മരത്തിൽ അങ്ങനെ പൂക്കളുണ്ടായത്. നിർമ്മൽ പറഞ്ഞു. നമുക്ക് ബാക്കി അറിയണ്ടേ? അടുത്ത പേജിലോട്ട് പോവാം. ഹാ മീന ബോലി. ആ മീന പറഞ്ഞു. ഫിർ മാം ഭി ബഗീചേ മേ ആ ഗയ്. പിന്നീട് അമ്മയും പൂന്തോട്ടത്തിലെത്തി. മാം ने माम से कहा, माम मैं अपने गुलमोहर की 5वीं वर्षगांठ मनाऊंगी. ഞാൻ എൻ്റെ ഗുൽമോഹറിൻ്റെ 5ാമത്തെ ജന്മദിനം ആഘോഷിക്കും. मैं अपने सहेलियों को दावत दूंगी. ഞാൻ എൻ്റെ കൂട്ടുകാരികൾക്ക് വിരുന്ന് നൽകും. माम ने खुश होकर कहा, जरूर यही गुलमोहर की छाया में दावत करो. अपनी सब सहेलियों को बुलाओ. അമ്മ സന്തോഷത്തോടെ പറഞ്ഞു, തീർച്ചയായും ഈ ഗുൽമോഹറിൻ്റെ തണലിൽ വിരുന്ന് നൽകൂ. നിന്റെ എല്ലാ കൂട്ടുകാരികളെയും വിളിച്ചോളൂ. मीना जब कहानी सुना चुकी तो उसने गुलमोहर की तरफ देखो. उसके ऐसा लगा जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था. കഥ പറഞ്ഞു കഴിഞ്ഞ് മീന ഗുൽമോഹറിലേക്ക് നോക്കി. തൻ്റെ കഥ കേട്ട് ഗുൽമോഹറും ചിരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കഥ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.